എൻ്റെ പുറകെ കാണുന്നത് റബ്ബർ മരങ്ങളാണ് കേട്ടോ. റബ്ബർ മരങ്ങൾ ഒരു 15 അടി 20 അടി ഹൈറ്റിൽ വെച്ച് വെട്ടിക്കളഞ്ഞിരിക്കുന്നത്, 15 അടിക്ക് മുകളിൽ വെച്ച്. ഇങ്ങനൊരു കൃഷി ആദ്യമായിട്ട് കാണുകയാണ്. വെട്ടേണ്ട പ്രായമായ റബ്ബറൊന്നും വെട്ടിയിട്ടില്ല. കുറച്ച് പ്രത്യേകതയുണ്ട്. ഈ വീഡിയോ ഒന്ന് കണ്ടോ കേട്ടോ, റബ്ബർ കൃഷിക്കാരെല്ലാം. 2 റബ്ബറുകൾ അടുപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ കൃഷി രീതി ഇതൊരു മണ്ടൻ കൃഷി രീതിയൊന്നുമല്ല കേട്ടോ. ഇത് എല്ലാ മരവും ഒരേപോലെ വളർച്ചയാണ്. ചുരുക്കം ചില റബ്ബറിന് മാത്രമേ വളർച്ചയ്ക്ക് കുറവുള്ളൂ. എല്ലാ റബ്ബറും നമുക്ക് ഈ കമ്പി വലിക്കപ്പുറത്ത് നിന്നേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് കണ്ടിട്ടുള്ള പ്രത്യേകത തോന്നിയതെന്ന് വെച്ചാൽ ഈ റബ്ബർ എന്തിനു വെട്ടിക്കളഞ്ഞു എന്ന് ആദ്യം മനസ്സിലായില്ല. പിന്നെ അവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചു. അവിടുത്തെ ഉടമസ്ഥനെ കാണാൻ പറ്റില്ല, നാട്ടുകാരെ കണ്ടു. നാട്ടുകാരോട് ചോദിച്ചപ്പോൾ നാട്ടുകാർ പറഞ്ഞു, അവിടെ മണ്ണിട്ടിരിക്കുന്നു നോക്കുക റബ്ബറിൻ്റെ ചുവട്ടിൽ. അത് മണ്ണ് കൂടുതലിട്ടിട്ട് അവിടെ ഇനി കൊടിമരം കയറ്റും, കുരുമുളക് കയറ്റി വിടാൻ പോകാമെന്ന് പറഞ്ഞു. കുരുമുളക് കയറ്റിവിട്ട് ആ ഒരു രീതി പുള്ളി പരീക്ഷിക്കാൻ നോക്കുകയാണെന്ന് പറഞ്ഞു. ഈയൊരു കൃഷി രീതി ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള കൃഷി രീതികൾ, പ്രത്യേകതയുള്ള കൃഷി രീതികൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണേ, നമുക്കൊന്ന് അറിയാമല്ലോ. ഇതിനകത്തൂടെ മുഴുവൻ അവക്കാഡോ വെച്ചിട്ടുണ്ട്, അവക്കാഡോ ചെടി തൈ വെച്ചിട്ടുണ്ട്. ഇയാൾ വെറും മണ്ടനൊന്നുമല്ല, അയാൾ വേറെ തോട്ടങ്ങളുള്ള ആളാണ്. 10-40 ഏക്കർ സ്ഥലമുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഒത്തിരി സ്ഥലമുള്ള ആളാണ്. പുള്ളി ഒരു പരീക്ഷണാർത്ഥം നടത്തുന്നതാണെന്നാണ് പറഞ്ഞത്. റബ്ബർ പരീക്ഷണാർത്ഥം നടത്തി. റബ്ബർ ഇപ്പോൾ രക്ഷയില്ലാത്തതുകൊണ്ട് ഇനി കുരുമുളക് ഇതേ കയറ്റാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ കണ്ടു കേട്ടോ, ഇദ്ദേഹത്തിൻ്റെ തോട്ടങ്ങൾ അടിപൊളിയായിരിക്കുന്നു.